ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നത് ചെറിയൊരു റിയാക്ഷൻ വീഡിയോ ആണ്. അപ്പോൾ ആദ്യം ഞാൻ ഒരു വീഡിയോ കാണിക്കാം. ഓക്കെ, ഇന്ന് റിലീസായ എമ്പുരാൻ സിനിമ ഡീഗ്രേഡ് ചെയ്യാൻ ബോധപൂർവമായ നീക്കം നടക്കുകയാണ്. സിനിമ മോശമാണെന്ന തരത്തിലുള്ള വ്യാജ റീലുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് സിനിമകൾക്ക് നൽകിയ പ്രതികരണം എമ്പുരാന് നൽകിയ പ്രതികരണമാണ് എന്ന രീതിയിലാക്കിയാണ് പ്രചാരണം. ഓക്കെ ഗൈസ്, അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഏകദേശം ഒരു മാസത്തിന് മുമ്പ്, അതായത് മാർച്ച് 27 എമ്പുരാൻ എന്ന സിനിമ റിലീസായ സമയത്ത് വന്നൊരു വീഡിയോ ആണ്. അതായത് എമ്പുരാൻ ഫിലിം റിലീസായി കഴിഞ്ഞ മാർച്ച് 27 ഫസ്റ്റ് ഡേ തന്നെ അതിന് ഒരുപാട് ഡീഗ്രഡേഷൻ. കാരണം എമ്പുരാൻ എന്ന സിനിമ ലാലേട്ടൻ്റെ തന്നെ ഏറ്റവും ലൂസിഫർ എന്ന സിനിമ, സൂപ്പർ ഹിറ്റ് സിനിമയായ ലൂസിഫർ എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ അത്രയും കോടികൾ മുടക്കി അത്രയും വർഷങ്ങൾ ഷൂട്ട് ചെയ്ത് ഒരുപാട് രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്ത് ഇത്രയും വലിയൊരു ഫിലിമാണ്. പക്ഷേ ആ സിനിമ റിലീസായ സമയത്ത് ആ സിനിമയിലെ ചില സീനുകൾ ചില ആളുകൾക്ക് അത് ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നി. അപ്പം അങ്ങനെ ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് കുറ്റപ്പെടുത്തലുകളും ഒരുപാട് നെഗറ്റീവ് ഒരു ട്രോളുകളും ഒക്കെ നേരിട്ടൊരു സിനിമയാണ്. അപ്പം ആ സിനിമ റിലീസായിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞു. അപ്പം ഒരു മാസത്തിന് ശേഷം ഞാൻ ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാരണം അതിൻ്റെ റിസൾട്ട് എന്താവും എന്നറിഞ്ഞിട്ട് വീഡിയോ ചെയ്യും. എമ്പുരാൻ സിനിമയുടെ ബലം എന്തായിരിക്കും എന്നറിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇത്രയും ഒരു മാസത്തിന് ശേഷം വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളും ഡീഗ്രഡേഷൻ നെഗറ്റീവും വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ വന്നിട്ട് പോലും എമ്പുരാൻ എന്ന സിനിമ വേൾഡ് വൈഡ് റിലീസായി 300 കോടി കളക്ട് ചെയ്ത സിനിമയാണ്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാനിപ്പോൾ ഇവിടെ കാണിക്കാം. 300 crores ആണ് അത് കളക്ട് ചെയ്തത്. അപ്പം ഞാൻ അന്ന് ഈ സിനിമ റിലീസായ സമയത്ത് ഇത്രയും പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഞാനും വിചാരിച്ചു ആ സിനിമ ഫ്ലോപ്പായി പോകുന്നു. കാരണം ഒരു സിനിമയ്ക്ക് എന്തെല്ലാം, കാരണം എനിക്ക് തോന്നുന്നു അടുത്തൊരു 10 വർഷത്തിനിടയ്ക്ക് ഇത്രയും വിവാദമായ ഒരു സിനിമ എമ്പുരാൻ തന്നെയായിരിക്കും. ന്യൂസിലൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു, ഇത്രയും പ്രശ്നം. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ വന്നപ്പോൾ എല്ലാവരെയും പോലെ തന്നെ ആ സിനിമ വിജയിക്കില്ല, അത് പരാജയപ്പെട്ടു പോകും എന്ന് തന്നെ വിചാരിച്ചു. പക്ഷേ ഈ ഇപ്പം ഒരു മാസം കഴിഞ്ഞ മാർച്ച് 27 ആ സിനിമ റിലീസാവുന്നത്. ഒരു മാസത്തിന് ശേഷം ഞാൻ നോക്കി 300 കോടി കളക്ട് ചെയ്തു. ഒരു സിനിമ 300 കോടി കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ. ആ സിനിമ ഫ്ലോപ്പായ ഒരു സിനിമ 300 കോടി കളക്ട് ചെയ്യും, ഒരിക്കലുമില്ല. അപ്പോൾ എമ്പുരാൻ, പലരും വിചാരിച്ചിരിക്കുന്ന എമ്പുരാൻ എന്ന സിനിമ ഫ്ലോപ്പായി പോയൊരു സിനിമയാണെന്ന്. ആ സിനിമ സൂപ്പർ ഹിറ്റ് സിനിമയാണ്, അല്ലാതെ ഒരിക്കലും. കാരണം അതിൻ്റെ ബോക്സ് ഓഫീസ് ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം തന്നെ 300 കോടി അടുപ്പിച്ചായി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നതെന്ന് ചോദിച്ചാൽ, ഒരു സിനിമ നല്ലതാണെങ്കിൽ ഒരിക്കലും അതിനെ നശിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള. നല്ല ഒരു സിനിമയെ ഒരിക്കലും നശിപ്പിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പിന്നെ എമ്പുരാൻ ഫ്ലോപ്പ് ആവത്തില്ലേ. ഇപ്പം എമ്പുരാൻ, ഇപ്പം ലൂസിഫർ എന്ന സിനിമ സൂപ്പർ ഹിറ്റ്, പൃഥ്വിരാജ് സാർ സംവിധാനം ചെയ്ത് മോഹൻലാൽ സാർ അഭിനയിച്ച സൂപ്പർ ഹിറ്റ് സിനിമയാണ് ലൂസിഫർ. 2019 മാർച്ചിൽ റിലീസായി. ഇത്രയും വർഷത്തിന് ശേഷം 2025 അതിൻ്റെ സെക്കൻഡ് പാർട്ട് റിലീസായി. സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം ഈ വേൾഡ് വൈഡ് ലോകത്തിലുള്ള എല്ലാ നടന്മാരും, ഒരുപാട് ആളുകൾ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇത്രയും ഇൻ്റർനാഷണൽ ഒരു ഫിലിമാണ്, ഒരു ഹോളിവുഡ് എഫക്റ്റ് ഉള്ളൊരു ഫിലിമാണ്. പക്ഷേ ആ സിനിമയിലെ ചില സീനുകൾ ചില ആളുകൾക്ക് ഡിസ്റ്റർബിംഗ് ആയിട്ട്, ചില ആളുകൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയതുകൊണ്ടാണ് അതിന് ഇത്രയും വിമർശനങ്ങൾ ആ സിനിമ നേരിട്ടത്. അപ്പോൾ ആ സിനിമ റീഎഡിറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ റിലീസ് ചെയ്തു. ഏകദേശം എനിക്ക് തോന്നുന്നു ഏപ്രിൽ 1, 2 റീഎഡിറ്റ് ചെയ്തിട്ട് സിനിമ റിലീസ് ചെയ്തത്. അപ്പം ഈ ഒരു മാസത്തിന് ശേഷം നമുക്ക് എന്തായിരിക്കണം അതിൻ്റെ, എനിക്ക് അന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു സിനിമ ഫ്ലോപ്പായി പോകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്, നമ്മൾ ഇത്രയും പ്രശ്നങ്ങൾ വന്നതല്ലേ. പക്ഷേ ഈ ഒരു മാസത്തിന് ശേഷം അത് സൂപ്പർ ഹിറ്റാണ്. ഒരിക്കലും എമ്പുരാൻ ഫ്ലോപ്പായി എന്ന് പല ആൾക്കാരും വിചാരിക്കുന്നത് ഇപ്പോൾ അത് പനലായിപ്പോയി. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല എന്നെങ്കിൽ പോലും അത് പുഷ്പ എന്ന സിനിമയും കേരളത്തിൽ, ഇന്ത്യ മുഴുവൻ റിലീസായ ഒരു സിനിമയാണ്. പക്ഷേ കേരളത്തിൽ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അതും ഫ്ലോപ്പൊന്നും അല്ല, അതും കോടികൾ കളക്ട് ചെയ്തു. അപ്പം നമ്മളിപ്പം ഫ്ലോപ്പ് ആവുന്ന ഒരു സിനിമ ഒരിക്കലും കോടികൾ കളക്ട് ചെയ്യില്ല. ഇപ്പം തന്നെ ഉദാഹരണം ആദിപുരുഷ് എന്ന സിനിമ ഫ്ലോപ്പാണ്. ആ സിനിമ ഫ്ലോപ്പാണ്. അതിൻ്റെ ബോക്സ് ഓഫീസ് നോക്കിയാൽ തന്നെ അറിയാം, ആ സിനിമ മുടക്കിയ പൈസയുടെ പകുതി പോലും ആ സിനിമ കളക്ട് ചെയ്തില്ല. കാരണം അത് പന്ന സിനിമയാണ്, അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല, അത് ഫ്ലോപ്പായിപ്പോയി. പക്ഷേ എമ്പുരാൻ ഒരിക്കലും ഫ്ലോപ്പല്ല. എമ്പുരാൻ എന്ന സിനിമ, നമ്മളിപ്പോൾ ഒരു ഫിലിം നല്ലതാണെങ്കിൽ അതിനെ ഒരിക്കലും നെഗറ്റീവ് പറഞ്ഞ് നശിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് എമ്പുരാൻ എന്ന സിനിമ. പിന്നെ ചിലപ്പോൾ സിനിമയായിട്ട് കാണും. ഇപ്പോൾ സിനിമയിൽ എന്തെല്ലാം കാണിക്കുന്നു, റേപ്പ്, മർഡർ എന്തെല്ലാം കാണിക്കുന്നത്, അതിന് റിയൽ ലൈഫായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഓരോരുത്തർക്ക് ഓരോ ഒപ്പീനിയൻ അല്ലേ. ഇപ്പോൾ എൻ്റെ ഒപ്പീനിയൻ ആയിരിക്കത്തില്ലല്ലോ വേറൊരാൾക്ക്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം അത് ഏറ്റവും ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസ് വരും. ചിലയിടത്ത് നമ്മൾ വിജയിക്കും, ചിലയിടത്ത് പരാജയപ്പെടും. അന്ന് ആ സിനിമ റിലീസായ സമയത്ത് ലാലേട്ടനെ ഒരുപാട് ആളുകൾ കുറ്റം പറഞ്ഞു, ലാലേട്ടനെ ഒരുപാട് ആളുകൾ തെറി പറഞ്ഞു. അന്ന് ആ സമയത്തൊക്കെ ലാലേട്ടൻ്റെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കമൻറ്റ് ബോക്സ് ഫുള്ള് ചീത്ത വരെയായിരുന്നു. പക്ഷേ ഇന്ന് ഒരു മാസത്തിന് ശേഷം
ഏപ്രിൽ 25 ലാലേട്ടൻ്റെ തുടരും എന്ന സിനിമ റിലീസായി. എനിക്ക് അത്ഭുതപ്പെട്ടു പോയി. ഇപ്പം മലയാള സിനിമയിൽ ആദ്യമായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു 10 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഒരു സിനിമ കണ്ടിട്ട് എല്ലാവരും നോർമലി സിനിമകളിൽ നിന്ന് അഭിപ്രായങ്ങൾ പലതും വരും, പക്ഷേ ഈ തുടരും സിനിമ ഇന്ന് വരെ, അത് കഴിഞ്ഞ ഏപ്രിൽ 25 റിലീസായ ഫിലിം ഏകദേശം 5-6 ദിവസമായി. ഈ 6 ദിവസത്തിനിടയ്ക്ക് ഇതുവരെ ആ സിനിമ കണ്ട എല്ലാ ആളുകൾക്കും തുടരും എന്ന സിനിമ ഇഷ്ടപ്പെടും, ഇത്രയും ഇഷ്ടപ്പെടും. അപ്പോൾ അന്ന് എമ്പുരാൻ കണ്ടിട്ട് ആളുകൾ ചീത്ത പറഞ്ഞത് അതാണ് നമ്മൾ ലൈഫ് എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കിക്കണേ, എമ്പുരാൻ സിനിമ കണ്ടിട്ട് തെറി പറഞ്ഞവരെ കൊണ്ട് തന്നെ ലാലേട്ടൻ എന്ന് പറയുന്ന നമ്മുടെ മോഹൻലാൽ സാർ തെറി പറഞ്ഞവരെ കൊണ്ട് തന്നെ നല്ലത് പറയിപ്പിച്ചു. ഓക്കെ, അപ്പോൾ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.